Good morning students, welcome to this video. നമ്മൾ NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് N ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അത് ഈ ബാറ്ററി വിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പൽ ചെയ്യപ്പെടുകയും ഈ VCC എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത് വി എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ്. അതല്ല, യഥാർത്ഥത്തിൽ അത് അട്രാക്ട് ചെയ്യപ്പെടുന്നത് VCC എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, അത് ഇടയ്ക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. എമിറ്ററിലുള്ള ഇലക്ട്രോൺസ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പല് ചെയ്യപ്പെടുന്നു. അതിനെ ഈ VCC എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എമിറ്ററിലുള്ള ഇലക്ട്രോണ് ബേസിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി കാണിക്കും. ബേസിലേക്ക് പോകണമെങ്കിൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ കടന്നു വേണം പോകാൻ. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ എന്തായിരിക്കും? അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയണിൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്തായിരിക്കും? കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള ആ എമിറ്റർ ബേസ് ജംഗ്ഷൻ കടന്ന് എമിറ്ററുള്ള ഇലക്ട്രോൺ എവിടെ എത്തും? ബേസിലെത്തും. ഓക്കെ, ഇലക്ട്രോൺസ് ഈസി ആയിട്ട് എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് എത്തും. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എമിറ്റർ കറണ്ട്. അത് എമിറ്റർ കറണ്ടിന് കാരണമാകും. ഓക്കെ, അത് എമിറ്റർ കറണ്ടിന് കാരണമാകും. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു മിസ്റ്റേക്ക് വന്നത് ഓർത്തു വെക്കണം. റിപ്പൽ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത് VCC എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ്. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺ എമിറ്റർ ബേസ് ജംഗ്ഷൻ മറികടന്ന് ബേസിലെത്തും. കാരണം ഫോർവേഡ് ബയസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ റെസിസ്റ്റൻസ് കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺസ് ഈസി ആയിട്ട് ബേസിലെത്തും. ഓക്കെ, ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എമിറ്റർ കറണ്ട് IE. അത് എമിറ്റർ കറണ്ട് IEക്ക് കാരണമാവുന്നു. ഇത്രയും നമുക്കറിയാം. ഇനി നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, ഇവിടെ ബേസ് എന്ന് പറയുന്ന ഒരു P ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വളരെ തിന്നായിട്ടുള്ള റീജിയൻ ആണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ബേസ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു റീജിയൻ ആണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. തിന്നായിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഈ ബേസ് എന്ന് പറയുന്നത് P ടൈപ്പ് മെറ്റീരിയൽ ആണ്. അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അപ്പോൾ ഈ വന്ന എമിറ്ററിൽ നിന്ന് വന്ന കുറച്ച് ഇലക്ട്രോൺസ് ബേസിലുള്ള ഹോൾസുമായിട്ട് എന്തോ റീകമ്പൈൻ ചെയ്യും. ഓക്കെ, only some of the electrons emitted from emitter recombine with holes. ഓക്കെ, അപ്പോൾ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത് വന്ന കുറച്ച് ഇലക്ട്രോൺസ് ബേസിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. കാരണം ഇവിടെ ബേസ് എന്ന് പറയുന്നത് P ടൈപ്പ് മെറ്റീരിയൽ ആണ്. അവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത് വന്ന കുറച്ച് ഇലക്ട്രോൺസ് ഈ ബേസിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ബേസ് കറണ്ട് IB. അങ്ങനെ ബേസ് കറണ്ട് IB ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാണ്. ഈ എമിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പോൾ എമിറ്ററിലുള്ള ഇലക്ട്രോൺസ് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിപ്പൽ ചെയ്യപ്പെട്ട് ഈ VCCയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എമിറ്ററുള്ള ഇലക്ട്രോൺസ് ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ മറികടന്ന് ബേസിലേക്ക് വരും. ഓക്കെ, ബേസിലേക്ക് വന്ന് ബേസ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള റീജിയൻ ആണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അവിടെ ബേസ് P ടൈപ്പ് ആണ്. മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇലക്ട്രോൺ
ഈ ബേസിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അങ്ങനെ അവിടെ ബേസ് കറണ്ട് IB ഉണ്ടാവുന്നു. ഇത്രയുമാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ബേസ് എന്നുള്ളത് പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. അവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഹോൾസ് ആണ്. ഈ ഇൻജക്ട് ചെയ്ത് വന്ന എമിറ്ററിൽ നിന്ന് വന്ന ഇലക്ട്രോൺസ് അവിടെ എന്താവും? മൈനോറിറ്റി കാരിയേഴ്സ് ആവും. ഓക്കെ, ദ ഇൻജക്റ്റഡ് majority carriers become minority carriers in the base region. എമിറ്ററിൽ നിന്ന് ഇൻജക്ട് ചെയ്ത് വന്ന ആ ഇലക്ട്രോൺ ബേസിൽ മൈനോറിറ്റി കാരിയർ ആവുന്നു. കാരണം ബേസ് പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ആ പി ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ ഇൻജക്ട് ചെയ്ത് വന്ന എമിറ്ററിൽ നിന്ന് ഇൻജക്ട് ചെയ്ത് വന്ന ഇലക്ട്രോൺ അവിടെ എന്തായി മാറുന്നു? മൈനോറിറ്റി കാരിയേഴ്സ് ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇൻജക്ട് ചെയ്ത് വന്ന ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയറായി മാറി. ആ ഇൻജക്ട് ചെയ്ത് വന്ന ഇലക്ട്രോണിൽ കുറച്ച് ഇലക്ട്രോൺ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. ഇനി ആ ഇലക്ട്രോണിനെ ആരാണ് അട്രാക്ട് ചെയ്തത്? അതാണ് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. അതെങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കളക്ടറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ VCC എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലെ കളക്ടറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന് സ്വാഭാവികമായിട്ടും കളക്ടറിലേക്ക് പോകാനൊരു ടെൻഡൻസി കാണും. ഓക്കെ, പക്ഷേ കളക്ടർ ബേസ് ജംഗ്ഷൻ അവിടെ ഒരു തടസ്സമായിട്ട് നിപ്പുണ്ട്. നേരത്തെ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് ഇലക്ട്രോണിന് വരാൻ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഒരു തടസ്സമായിട്ട് നിന്നതുപോലെ ഇവിടെ ബേസിൽ നിന്ന് ഇലക്ട്രോൺസിന് കളക്ടറിലേക്ക് വരാൻ കളക്ടർ ബേസ് ജംഗ്ഷൻ ഒരു തടസ്സമായിട്ട് നിപ്പുണ്ട്. ഓക്കെ, ഇനി കളക്ടർ ബേസ് ജംഗ്ഷന്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണ്. ഓക്കെ, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണ്. കാരണം N ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്ക്, പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും N ടൈപ്പ് പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആണ്. റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഈ ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും? കൂടും, റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇലക്ട്രോൺസിന് പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ ബാരിയർ കൂടുതലായിരിക്കും. ആ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ബേസിലുള്ള ഇലക്ട്രോൺസിന് കളക്ടറിലേക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇലക്ട്രോൺസ് ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അല്ലേ? ആണ്. കാരണം ബേസ് റീജിയണൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹോൾസ് ആണ്. ഇലക്ട്രോൺസ് അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സിന് ഈസി ആയിട്ട് റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുന്ന ആ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ പറ്റും. മൈനോറിറ്റി കാരിയേഴ്സിന് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആ കളക്ടർ ബേസ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് കളക്ടറിൽ എത്തിച്ചേരും. ഓക്കെ, this minority carriers can drift through reverse biased collector base junction. മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഈ കളക്ടർ ബേസ് ജംഗ്ഷൻ മറികടന്ന് എവിടെ എത്തിച്ചേരാൻ പറ്റും? കളക്ടറിൽ എത്തിച്ചേരാൻ പറ്റും. This minority carriers can drift through reverse biased collector base junction and reaches collector region. കളക്ടർ റീജിയനിൽ എത്തിച്ചേരുന്നു. ദിസ് constitute collector current IC. collector current IC. ഇത് കളക്ടർ കറണ്ട് ഐസിക്ക് കാരണമാകുന്നു. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ പഠിക്കണം. I എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം, ഇത് ചുരുക്കി ഒന്ന് പറയാം. എമിറ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അത് ഈ വി എന്ന ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിൽ നിന്ന് റിപ്പൽ ചെയ്യും. അതിനെ VCC എന്ന ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അട്രാക്ട് ചെയ്യും. ഈ പോസിറ്റീവ് ടെർമിനൽ കളക്ടറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമിറ്ററിൽ നിന്ന് ഇലക്ട്രോണിന് കളക്ടറിലേക്ക് പോകാനൊരു ടെൻഡൻസി വരും. അത് ഏത് വഴിയാണ് പോകേണ്ടത്? ബേസ് വഴി പോകണം. ബേസ് വഴി പോകണമെങ്കിൽ ആദ്യമേ എമിറ്റർ ബേസ് ജംഗ്ഷൻ മറികടക്കണം. അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ കാണും, അതിനെ മറികടക്കണം. പക്ഷെ ഭാഗ്യവശാൽ എമിറ്റർ ബേസ് ജംഗ്ഷനിലെ ആ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ആണ്, റെസിസ്റ്റൻസ് കുറവായിരിക്കും. കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയതുകൊണ്ട് അവിടുത്തെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ജംഗ്ഷൻ മറികടന്ന് എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടും. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എമിറ്റർ കറണ്ട്. എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് വരുമ്പോൾ അവിടെ എമിറ്റർ കറണ്ട് ഉണ്ടാവുന്നു. എമിറ്റർ കറണ്ടിന്റെ സിമ്പല് I. ഇനി ബേസിൽ ആ ഇലക്ട്രോൺസ് എത്തുമ്പോൾ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഹോൾസ് ആണ്. കാരണം ബേസ് ഒരു പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഈ ഇൻജക്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിൽ കുറെ എണ്ണം ബേസിലുള്ള ഹോൾസുമായിട്ട് എന്തോ ചെയ്യും? റീകമ്പൈൻ ചെയ്യും, റീകോമ്പിനേഷൻ നടത്തും. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ബേസ് കറണ്ട് IB. അങ്ങനെ ബേസ് കറണ്ട് IB ഉണ്ടാവും. കുറച്ച് ഇലക്ട്രോൺസ് ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു, അവിടെ ബേസ് കറണ്ട് IB ഉണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇലക്ട്രോൺസിന് പോകേണ്ടത് എങ്ങോട്ടാണ്? കളക്ടറിലേക്കാണ്. കാരണം VCCയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് കളക്ടറുമായിട്ടാണ്. അപ്പോ ആ ഇലക്ട്രോണിന് കളക്ടറിലേക്ക് പോയേ മതിയാവും. പക്ഷെ അവിടെ ഒരു ജംഗ്ഷൻ മറികടക്കണം. ഓക്കെ, കളക്ടർ ബേസ് ജംഗ്ഷൻ. അതിപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആണ്. റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും ആ ബേസ് റീജിയണിൽ എമിറ്ററിൽ നിന്ന് ഇൻജക്ട് ചെയ്ത് വന്ന ഇലക്ട്രോൺ എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ആ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ആ കളക്ടർ ബേസ് ജംഗ്ഷൻ വഴി ഡ്രിഫ്റ്റ് ചെയ്ത് കളക്ടറിലെത്താം. അങ്ങനെ ആ ഇലക്ട്രോൺസ് കളക്ടറിൽ എത്തിച്ചേരും. അങ്ങനെ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് കളക്ടർ കറണ്ട് IC. അങ്ങനെ കളക്ടർ കറണ്ട് IC ഉണ്ടാവും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ട്. എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. നിങ്ങളുടെ ഫിഗർ നോക്ക്. 1 2 3 4 5 6 7 8 9 ഇലക്ട്രോൺ കാണിക്കുന്നുണ്ട്. ബേസിൽ 2 ഹോൾസ് കാണിക്കുന്നുണ്ട്. ആ 2 ഹോൾസ് കാണിക്കുന്നതിന്റെ അർത്ഥം 9 ഇലക്ട്രോൺ വരുന്നു ബേസിലേക്ക്. ഇവിടെ 2 ഹോൾസ് കാണിക്കുന്നു. ഇത് ഹോൾസ് ആണ് കേട്ടോ. ഇത് ഇലക്ട്രോൺസ് ആണ്, ഇത് ഹോൾസ് ആണ്. ഈ കറുത്ത കുത്തുള്ളത് ഇലക്ട്രോൺസും ഈ വെളുത്ത് കാണുന്നത് ഹോൾസുമാണ്. ഇവിടെ 2 ഹോൾസ് കാണിക്കുന്നുണ്ട്. 9 ഇലക്ട്രോൺ വരുന്നുണ്ട്. ഓക്കെ, ആ 9 ഇലക്ട്രോൺ വരുന്നതിൽ ഇവിടെ 2 ഹോൾസിനെ കാണിക്കുന്നുള്ളൂ. 2 ഹോൾസ് വരുന്ന 9 ഇലക്ട്രോണിൽ 2 എണ്ണവുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അപ്പോൾ 9 ഇലക്ട്രോൺ വരുന്നു, 2 ഹോൾസ് 2 ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ബാക്കി എത്ര ഉണ്ട്? 7 ഇലക്ട്രോൺ. ആ ബാക്കി 7 ഇലക്ട്രോൺ നേരെ കളക്ടറിൽ എത്തും. ഇതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. 9 ഇലക്ട്രോണിനെ എമിറ്റർ ബേസിലേക്ക് ഇൻജക്ട് ചെയ്യുന്നു. ആ 9 ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം. ഇവിടെ 2 ഹോൾസിനെ കാണിക്കണം. 2 ഹോൾസ് വരുന്ന 2 ഇലക്ട്രോണുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ബാക്കി എത്ര ഉണ്ട്? 9 മൈനസ് 2 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ നേരെ കളക്ടറിലേക്ക് വരും. പിന്നെ നിങ്ങൾ എമിറ്റർ കറണ്ട് വരയ്ക്കണം, ബേസ് കറണ്ട് വരയ്ക്കണം, കളക്ടർ കറണ്ട് വരയ്ക്കണം. പിന്നെ ബയസിങ്ങിന് 2 ബാറ്ററിയും വരയ്ക്കും. ഫിഗർ സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് I ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. I ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. ഓക്കെ, ഇതോടുകൂടി NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് തീർന്നു. ഓക്കെ.